വയസ്സ് 28 മാത്രം. പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ നേജോമോൻ ഇനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകും. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയിൽ UDF ഭൂരിപക്ഷം നേടിയതോടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ നേജോമോൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുന്നത്. രണ്ടായിരത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 23-ാം വയസ്സിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് മെഴുവേലി ഡിവിഷനിൽ നിന്നും നേജോമോൻ ജനവിധി തേടിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. 2025-ൽ തിളക്കമാർന്ന വിജയത്തിലൂടെ നേജോമോൻ തിരിച്ചു വന്നു. മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ 192 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആയിരുന്നു വിജയം. LDFന്റെ ഉറച്ച കോട്ടയായ മെഴുവേലിയിൽ മുൻ ആറന്മുള MLA KC രാജഗോപാലിനെ മത്സരിപ്പിച്ചാണ് LDF UDFന് വെല്ലുവിളി ഉയർത്തിയത്. LDF വിജയിച്ചിരുന്നുവെങ്കിൽ CPMലെ മുതിർന്ന നേതാവായ KC രാജഗോപാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുമായിരുന്നു. പക്ഷേ UDF വിജയിച്ചു. 28-കാരൻ നേജോമോനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ UDF നേതൃത്വം തീരുമാനിച്ചു. ജനങ്ങളും UDFും തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതികരണം. ആദ്യമായിട്ട് തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച ഒരു പദവിയല്ല. എൻ്റെ 23-ാമത്തെ വയസ്സിൽ എന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നെ ഇപ്പം എൻ്റെ 27 വയസ്സ് കഴിഞ്ഞ് 28ലേക്ക് ഞാൻ പ്രവേശിച്ചപ്പോൾ എനിക്ക് വീണ്ടും പഞ്ചായത്തിൽ മത്സരിക്കാൻ ഒരു അവസരം തന്നു. ഈ പാർട്ടി എന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചു. മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിനോട് കുടുംബാംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. താനതൊന്നും മൈൻഡ് ചെയ്തേയില്ല എന്നും ഈ യുവ നിയുക്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ഒരുപാട് ജോലിയുടെ അവസരങ്ങളൊക്കെ പാർട്ടി തന്നെ നൽകിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും നമ്മുടെ മെഴുവേലി പോലുള്ളൊരു സ്ഥലത്ത് ഒരു ജോലി സംബന്ധമായി നമ്മൾ പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലൊക്കെ അതൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നെങ്കിൽ പോലും ഞാൻ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. 23-ാമത്തെ വയസ്സിൽ ചെറിയ വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷവും ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി അവരോടൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്കൊരു 192 വോട്ടിൻ്റെ ലീഡോടുകൂടി മെഴുവേലി പോലൊരു പഞ്ചായത്തിൽ ജയിക്കുവാനായിട്ട് സാധിച്ചു. UDF നേതൃത്വവും പൂർണ്ണ പിന്തുണയാണ് നേജോമോന് നൽകുന്നത്. ഞങ്ങൾ KC രാജഗോപാലൻ ഇവിടെ മത്സരരംഗത്തേക്ക് വരികയും പഞ്ചായത്ത് പ്രസിഡന്റാകും എന്നൊരു പ്രതീതി സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ പാനലിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള എല്ലാവരും യോഗ്യരാണ് എങ്കിൽ പോലും ഏറ്റവും പ്രായം കുറഞ്ഞ നേജോയെ പോലെ കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങളുടെ കുടുംബയോഗങ്ങളിലായാലും ഞങ്ങളുടെ പ്രചരണ രംഗങ്ങളിലൊക്കെ നേജോയുടെ പേര് ഞങ്ങൾ ഉയർത്തിക്കാട്ടി. അപ്പോൾ അത് ഒരു പക്ഷെങ്കിൽ മെഴുവേലിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. അതാണ് ഞങ്ങളുടെ വിജയത്തിന് ഒരു കാരണം കൂടെ ആയിട്ട് ഞാൻ കരുതുന്നത്. നേജോമോനെ നാട്ടുകാർക്ക് സ്നേഹം എന്ന് പറയുന്നതിനെക്കാട്ടിലുപരിയായി അദ്ദേഹത്തിനോടൊരു വാത്സല്യമാണ്. അദ്ദേഹം ഒന്നും കാണാതാണ് 23-ാമത്തെ വയസ്സിൽ അതല്ല 18-ാമത്തെ വയസ്സ് തൊട്ട് ഇവിടെ പാർട്ടി കേസുകാരനായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം. അതുപോലെ മെഴുവേലി പഞ്ചായത്ത് കഴിഞ്ഞ 20 വർഷങ്ങളായി LDFൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതായത് പത്തനംതിട്ടയിലെ കണ്ണൂർ എന്നാണ് ഈ മെഴുവേലി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് നേജോമോനെ പോലൊരാൾ ജയിച്ചു വന്നു. 14-9 സീറ്റ് ലഭിച്ചു. ആ സീറ്റ് ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെയാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതിനേക്കാൾ ഉപരിയായി നേജോമോൻ്റെ പ്രവർത്തനം ഭാവിയിൽ മെഴുവേലി പഞ്ചായത്തിൽ എന്നു തന്നെയല്ല നമ്മുടെ ആറന്മുള നിയോജകമണ്ഡലത്തിലും പത്തനംതിട്ട ജില്ലയിലും മൊത്തമായി പാർട്ടിക്ക് ഒരു ഉശിരും ഉന്മേഷവും ഉത്സാഹവും ആവേശവും ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമാണ് നേജോമോൻ. ആറന്മുള നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. KSU ബ്ലോക്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. BBA ബിരുദധാരിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.